talk with Sanha. ശരി, നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ? ഞാനും ഐഷുവും ഷാമോനും ഉമ്മച്ചിയും കൂടിയാണ് വന്നത്. ഉപ്പച്ചി കൊടുന്ന് വിട്ട് തരികയാണ് ചെയ്തത്. ഞങ്ങൾ താമസിക്കുന്ന വില്ലയുടെ തൊട്ടടുത്ത് തന്നെയാണ് മ്യൂസിയം ഉള്ളത്. ഇവിടേക്കുള്ള എൻട്രൻസ് ഫ്രീ ആണ്. ഏതായാലും കയറില്ലേ, അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനും ഷാമോനൊക്കെ സ്ലോ മോഷനിലാണ് വരുന്നത്. ദുബായിലൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ചെറിയ മഴക്കാരൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കളയുന്നത്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ വ്യൂ ആണ് ഇത്. റൈറ്റ് സൈഡിൽ ഒരു വരാന്ത ഉണ്ട്, അങ്ങോട്ടാണ് ഇനി അടുത്തത് യാത്ര. റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഫോട്ടോ ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റും. UAE ഫൗണ്ടർ ആയിട്ടുള്ള ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഷെയ്ഖ് സായിദിൻ്റെ പഴയ വീടാണ് അലൈനിൽ മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും ലാമ്പൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. കയറി ചെല്ലുന്ന കോറിഡോറിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന വ്യൂ ആണിത്. നല്ല അടിപൊളി വ്യൂ ആണ്. ശരിക്കും ഒരു നല്ല ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഷെയ്ഖ് സായിദ് ഫ്ലവർ മണക്കുന്ന ഒരു പിക്ചർ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് പോവാണ്. പുരാതന കാലത്തെ ജീവിത ശൈലി മനസ്സിലാക്കുന്ന ഒരു പിക്ചറാണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഓർമ്മയിൽ അതൊന്നുമില്ല, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ആദ്യം തന്നെ കയറി ചെല്ലുന്നത് ഒരു ആർട്ട് ഗാലറിക്കാണ്. ഷെയ്ഖ് സായിദിൻ്റെ തലമുറയിലുള്ള ആൾക്കാരെ ഫോട്ടോസും അവരുടെ ഡീറ്റെയിൽസും ആണ് ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. 1937 നിർമ്മിച്ച പാലസാണ് ഇത്. 1998 പുതുക്കി പണിത കൊട്ടാരം 2001 ഒരു ടൂറിസ്റ്റ് കൾച്ചറൽ മ്യൂസിയമായി തുറന്നു. ഒരു ട്രീ രൂപത്തിൽ മനോഹരമായിട്ട് ഒരു ഫ്രെയിം വെച്ചിരുന്നു. ഫോട്ടോസൊക്കെ കണ്ടു. ഇനി അടുത്ത ബിൽഡിങ്ങിലേക്ക് പോവാണ്. ഷെയ്ഖ് സായിദിൻ്റെ റൂം, പിന്നെ ഷെയ്ഖ ഫാത്തിമയുടെ റൂമൊക്കെ നമുക്ക് കാണാനുണ്ട്. ഷെയ്ഖ ഫാത്തിമ ഷെയ്ഖ് സായിദിൻ്റെ മൂന്നാമത്തെ വൈഫാണ്. ഷെയ്ഖ ഫാത്തിമയെ മദർ ഓഫ് നാഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ ഐഷു നടന്ന് കളിക്കുകയാണ്. വന്ന വഴിയിലേക്ക് തന്നെ അവള് വീണ്ടും തിരിച്ചു പോവാണ്. ഫൗണ്ടെയിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുടത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നത്.
1960 വരെ ഷെയ്ക്കിൻ്റെ ഫാമിലിയൊക്കെ താമസിച്ചിരുന്നത് ഇവിടെ ആയിരുന്നു. പിന്നീടാണ് അദ്ദേഹം അബുദാബിയിലേക്ക് താമസം മാറിയത്. നല്ല ഭംഗിയുള്ള ഒരു ഫൗണ്ടെയിനാണ്. അല്ലൈനിൽ വരുന്നവരെല്ലാവരും ഈ മ്യൂസിയം മിസ് ചെയ്യാണ്ട് കാണുക. പണ്ട് കാലത്തെ അവരെ കൾച്ചറൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി പോകുന്നത് ഷെയ്ഖ ഫാത്തിമ ആൻഡ് ഹെർ ചിൽഡ്രൻസ് വാർഡിലേക്കാണ്. ഷെയ്ഖ ഫാത്തിമയുടെ ചിൽഡ്രൻസിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണിത്, ഒരു റൂമാണ്. കട്ടില്, ബെഡ്, പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന തിങ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാ ബെഡ്റൂംസിനും കോമൺ ആയിട്ട് ഒരു വലിയ കോറിഡോർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷാമോനാണെങ്കിൽ എൻ്റെ പിന്നാലെ നടന്നിട്ട് ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എൻ്റെ പിന്നാലെ. അതിൽ തന്നെ ഒരു ബെഡ്റൂമും കൂടിയുണ്ട്. ഷെയ്ഖ ഫാത്തിമയുടെ റൂമിൻ്റെ അടുത്തായിട്ട് വേറൊരു ബെഡ്റൂമും കൂടിയുണ്ട്. ചിൽഡ്രൻസ് ബെഡ്റൂമാണെന്ന് തോന്നുന്നു. അവർ യൂസ് ചെയ്തിരുന്ന അതേ സാധനങ്ങൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്ന ബിൽഡിങ്ങിലാണ് ഷെയ്ഖ് സായിദ് ആൻഡ് ഹിസ് വൈഫ്സ് ബെഡ്റൂം ഉള്ളത്. ആ ബ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണിത്. ഷെയ്ഖ് സായിദിന്റെ റൂം ഒന്ന് കണ്ടാലോ? മാഷാഅല്ലാ, ആ പണ്ടത്തെ ആ ഒരു ഇതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും കോമൺ ആയിട്ട് റാന്തലുണ്ട്. പണ്ടത്തെ റാന്തലുകൾക്ക് കണ്ടില്ലാത്ത സമയത്ത് റാന്തലുകൾക്കല്ലേ. ഷെയ്ഖ് സായിദിന്റെ വാളാണെന്ന് തോന്നുന്നു ചുമരിൽ വെച്ചിട്ടുണ്ട്. അവിടെ പാത്രമൊക്കെ ഉണ്ട്, അവര് ചെയ്യുന്ന പാത്രമാണ്. എന്താ മാറ്റാ ഇതൊക്കെ പുകയ്ക്കാന് ഒരു എല്ലാ റൂമിലും ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന തിങ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഷെയ്ഖ് സായിദിൻ്റെയും വൈഫിൻ്റെ ഒക്കെ റൂമൊക്കെ കണ്ടതിന് ശേഷം താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു ഏരിയ കണ്ടു. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് കയറി നോക്കിയതാണ്. അവിടെ ഭയങ്കര നിശബ്ദമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കയറുമ്പോൾ.
അവിടുത്തെ തിങ്സൊക്കെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് ഇതവിടുത്തെ ഗോസ്റ്റ് ഹൗസ് ആണെന്ന്. അത് കേട്ടപാട് എൻ്റെ മുഖമൊക്കെ മാറി. ഞാൻ പെട്ടെന്ന് പേടിച്ച് പുറത്തിറങ്ങി. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫൗണ്ടെയിൻ്റെ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. കോറിഡോറിലായിട്ട് 2 ഈന്തപ്പനയുടെ ചെയർസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടെയിൻ്റെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ചെയറിലൊക്കെ ഇരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ, സ്റ്റോർ റൂം, കോഫി റൂം അതൊക്കെ നമുക്ക് കാണാനുണ്ട്. ഇതിവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഏകദേശം മറ്റു റൂമുകളുടെ പോലെ തന്നെയാണ് ഇതും. ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു വുഡൻ ഗ്ലാസ് മിറർ ഉണ്ട്. ചില റൂമുകളൊക്കെ മിക്കവാറും ലോക്കാണ്. ഇവരെ മെയിനായിട്ടുള്ള റൂം കാര്യങ്ങളൊക്കെയാണ് ഇവർ തുറന്നിട്ടുള്ളത്. അപ്പോൾ ഷെയ്ക്കിൻ്റെ വീട്ടിലത്തെ പണ്ടത്തെ കിണറുണ്ടല്ലോ, ഇത് ഒരു കോഫി റൂമാണ്. ഇത് കോഫി ഉണ്ടാക്കുന്ന പാത്രമാണ് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോഫി റൂം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് അവരെ വർക്കർ ലേഡീസ് റൂമാണ്. ഇത് ഇവിടുത്തെ സ്റ്റോറാണ്. സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അവർ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ. ഈന്തപ്പന കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബെഞ്ച് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടുത്തെ മെയിൻ ഏരിയ ആണ് കിച്ചൺ. ഷാമ ഞങ്ങൾ കിച്ചണിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ചോദിക്കുക, ഈ പാത്രങ്ങളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉച്ച സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് വിശന്നൊക്കെ തുടങ്ങിയിരുന്നു.
അവിടെ ഒരു വലിയ പാത്രം കണ്ടു. അതെന്തോ എന്ത് വലിപ്പം നമുക്ക് നേരിട്ട് കാണുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ. ഇതുവരെ സ്റ്റോറേജ് ഏരിയയാണ്. പാത്രങ്ങളൊക്കെ സ്റ്റോറേജ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല മന്തിയൊക്കെ കഴിച്ചിട്ടായിരുന്നു. ഇതിലൊന്നുമില്ല. ഷെയ്ഖ ഫാത്തിമാസ് മദർ റൂമാണ് ഇത്. ഇവിടെ തോക്കൊക്കെ കൊടുത്തിട്ടില്ല. പണ്ടത്തെ ഇത് യൂസ് ചെയ്യുന്നതാണ്. പണ്ടത്തെ തോക്ക് ചെറിയ വീട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ ഫാത്തിമാസ് റിലേറ്റീവ് റെസിഡൻസിയാണ്. പോയി കണ്ടിട്ട് വരാം. സെന്ററിലാണ് നമ്മുടെ ഷെയ്ഖാരി ഇരിക്കുന്നത്. അതാണ് അവിടെ വലിയൊരു ഇത് കൊടുത്തിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ ഉള്ള കംപ്ലീറ്റ് കണ്ട് പുറത്തിറങ്ങി. അവിടുത്തെ ഡാൽമേർ മിഷനിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. ഏകദേശം എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ കാശ് ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. സൻഹ സൈനിങ് ഓഫ്.